നമസ്കാരം. അമേരിക്കയ്ക്കും ഇറാനുമിടയിലുള്ള നയതന്ത്ര കളികളിൽ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുന്നു. ചൈനീസ് നിർമ്മിത അതിമാരക ആയുധങ്ങളും മിസൈലുകളും ഇറാനിലേക്ക് കടത്താൻ പാകിസ്ഥാൻ ഏജന്റായി പ്രവർത്തിക്കുന്നുവെന്ന അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ചൈനയുമായി ദീർഘകാലമായി പുലർത്തുന്ന അടിയുറച്ച ബന്ധവും അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ പാകിസ്ഥാൻ നടത്തുന്ന നെട്ടോട്ടവും ഈ പുതിയ ആയുധക്കടത്ത് വിവാദത്തോടെ പൂർണ്ണമായും തുറന്നുകാട്ടപ്പെട്ടിരിക്കുന്നു. ചൈനയിൽ നിർമ്മിച്ച 400-ലധികം അത്യാധുനിക ഷോൾഡർ ഫയേഴ്സ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് രഹസ്യമായി എത്തിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തുർക്കിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് അസർബൈജാൻ മാധ്യമങ്ങളാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടത്. പടിഞ്ഞാറൻ ചൈനയിലെ ഉറുങ്ചിയിൽ നിന്നും പാകിസ്ഥാൻ അതിർത്തി വഴി ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിക്കാനാണ് പദ്ധതി എന്നത് മേഖലയിൽ വലിയ സുരക്ഷാ ആശങ്കകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്കയുമായുള്ള കടുത്ത സൈനിക സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തം പ്രതിരോധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇറാനിലേക്ക് ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കയറ്റുമതി എത്തിക്കുന്നുവെന്ന വാർത്ത വന്നതോടെ പാക് ഭരണകൂടം കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിലുണ്ടായ ഈ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാനും ട്രംപിന്റെ കണ്ണിൽ പൊടിയിടാനും പാക് സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ISPR ഈ വാർത്തകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും ആഗോള രാഷ്ട്രീയത്തിലെ പാകിസ്ഥാന്റെ വിശ്വസ്തത തകർന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ദേശീയ സുരക്ഷയെയും ആഗോള ഭീകരവാദത്തെയും കുറിച്ചുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ കർശനമായ ദേശീയ സുരക്ഷാ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഈ സംഭവ വികാസങ്ങളെ സമഗ്രമായി വിലയിരുത്തേണ്ടതുണ്ട്. ദേശീയ സുരക്ഷയ്ക്കും ഭൗമരാഷ്ട്രീയ സ്ഥിരതയ്ക്കും എക്കാലത്തും ഭീഷണിയായി മാറിയിരുന്ന പാക് ചൈന ഔഷധ കൂട്ടുകെട്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇറാനിലേക്കുള്ള ചൈനീസ് മിസൈൽ കടത്ത് വിവാദം. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ സാമ്പത്തികമായി തകർന്നടിഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെയും ആയുധക്കടത്തിന്റെയും ആഗോള കേന്ദ്രമായി മാറിക്കഴിഞ്ഞുവെന്ന യാഥാർത്ഥ്യമാണ് ഈ സംഭവം ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ ദേശീയ സുരക്ഷാ നയങ്ങൾ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അയൽ രാജ്യങ്ങളിലെ അസ്ഥിരതയെ ആയുധമാക്കാനും ഭീകരവാദ ശക്തികളെ സഹായിക്കാനും പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും വിപുലീകരണ നയങ്ങൾക്കും പാകിസ്ഥാൻ ഒരു ഉപകരണമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്താൻ ഔദ്യോഗികമായി സമാധാന വചനങ്ങൾ പ്രസംഗിക്കുമ്പോഴും മറുവശത്ത് പടിഞ്ഞാറൻ ഏഷ്യയിലെ സമാധാനം തകർക്കുന്ന വിധത്തിലുള്ള ആയുധക്കടത്തുകൾക്ക് പാക് മണ്ണ് വിട്ടുകൊടുക്കുന്നത് ഗുരുതരമായ നയതന്ത്ര വഞ്ചനയാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട രാജ്യത്തിന് ചേർന്ന രീതിയിലല്ല പാകിസ്ഥാന്റെ ഇടപെടലുകളെന്നും ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഈ ഒളിഞ്ഞുകളികൾ വലിയ ആപത്താണെന്നും ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ ഭരണകൂടത്തെയും പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കബളിപ്പിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന നയതന്ത്ര കുടിലതകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ പൂർണ്ണമായും തുറന്നുകാട്ടപ്പെട്ടിരിക്കുകയാണ്. സാമ്പത്തിക സഹായങ്ങൾക്കും രാജ്യാന്തര വേദികളിലെ പിന്തുണയ്ക്കുമായി അമേരിക്കയുടെ മുന്നിൽ കൈനീട്ടുമ്പോൾ തന്നെ അമേരിക്കയുടെ ശത്രുപക്ഷത്തുള്ള രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് നയം അങ്ങേയറ്റം അപലപനീയമാണ്. ചൈനയിൽ നിർമ്മിച്ച 400-ലധികം അത്യാധുനിക വ്യോമ പ്രതിരോധ മിസൈലുകൾ പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് കടത്തുന്നുവെന്ന വാർത്ത പുറത്തുവന്ന ഉടൻ തന്നെ പാക് സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ISPR ഇത് പൂർണ്ണമായി നിഷേധിച്ച് രംഗത്ത് വന്നത് അവരുടെ ഭയത്തെയാണ് വ്യക്തമാക്കുന്നത്. ട്രംപിന്റെ ഭരണകൂടത്തിൽ നിന്നും ഉണ്ടാകാനിടയുള്ള കടുത്ത ഉപരോധങ്ങളെയും സൈനിക നടപടികളെയും ഭയന്നാണ് പാകിസ്ഥാൻ ഈ ഒളിച്ചുകളി നടത്തുന്നത്. എന്നാൽ തുർക്കിയുടെയും അസർബൈജാന്റെയും മാധ്യമങ്ങളടക്കം പ്രമുഖ അന്താരാഷ്ട്ര ഏജൻസികൾ ഈ വാർത്ത പുറത്തുവിട്ടു കഴിഞ്ഞതിനാൽ പാക് സൈന്യത്തിന്റെ പച്ചക്കള്ളങ്ങൾ ലോകം വിശ്വസിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ വിദേശനയ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നത് പോലെ ഭീകരവാദത്തെയും രഹസ്യ ആയുധക്കടത്തുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്താൻ അന്താരാഷ്ട്ര സമൂഹം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പടിഞ്ഞാറൻ ഏഷ്യയിലെ അമേരിക്കയുമായും മറ്റ് ആഗോള ശക്തികളുമായി നിലനിൽക്കുന്ന കടുത്ത സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ നടത്തുന്ന പ്രതിരോധ തയ്യാറെടുപ്പുകൾക്ക് പാകിസ്ഥാനും ചൈനയും നൽകുന്ന പിന്തുണ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായും തകിടം മറിക്കുന്നതാണ്. ദീർഘകാലമായി തുടരുന്ന യുദ്ധങ്ങളുടെ ഫലമായി അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആയുധശേഖരം കുറഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടയിലാണ് ചൈനീസ് നിർമ്മിത ഷോൾഡർ ഫയേഴ്സ് വ്യോമ പ്രതിരോധ മിസൈലുകൾക്ക് ഇറാനിലേക്ക് ഒഴുകിയെത്തുന്നത്. പാകിസ്ഥാന്റെ അതിർത്തികൾ വഴിയും അവരുടെ ഒത്താശയോടെ നടക്കുന്ന ഈ ആയുധക്കടത്ത് ഇറാനെ കൂടുതൽ ശക്തമാക്കുന്നുണ്ടെങ്കിലും അത് ആഗോളതലത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. BJPയുടെ സുരക്ഷാ വിശകലന വിദഗ്ധർ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അതിർത്തി കടന്നിട്ടുള്ള ആയുധക്കടത്തുകളും നിയമവിരുദ്ധ സൈനിക സഹായങ്ങളും പ്രാദേശിക സുരക്ഷയെ തകർക്കുമെന്ന് മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ലോകമെമ്പാടുമുള്ള സമാധാന അഭിലാഷങ്ങളെയാണ് നശിപ്പിക്കുന്നത്.
പാകിസ്ഥാന്റെ ഈ നയരഹിതമായ ഇടപെടലുകൾ പടിഞ്ഞാറൻ ഏഷ്യയെ ഒരു പുതിയ അഗ്നിപർവ്വതമാക്കി മാറ്റാൻ മാത്രമേ ഉപകരിക്കൂ. പാകിസ്ഥാൻ ഇന്ന് സ്വന്തം പരമാധികാരം പോലും ചൈനയ്ക്ക് അടിയറ വച്ചിരിക്കുന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവുമാണ് ഈ ആയുധക്കടത്ത് വിവാദം. CPEC ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ പോലുള്ള പദ്ധതികളിലൂടെ പാകിസ്ഥാനെ സാമ്പത്തികമായി തങ്ങളുടെ വരുതിയിലാക്കിയ ചൈന ഇപ്പോൾ പാക് മണ്ണും വ്യോമ പാതകളും സ്വന്തം സൈനിക ആവശ്യങ്ങൾക്കായും ആയുധക്കടത്തിനായും ദുരുപയോഗം ചെയ്യുകയാണ്. പടിഞ്ഞാറൻ ചൈനയിലെ ഉറുങ്ചിയിൽ നിന്നും ആരംഭിക്കുന്ന ആയുധക്കടത്ത് പാകിസ്ഥാൻ അതിർത്തി വഴി ഇറാനിലേക്ക് എത്തിക്കുന്നത് ചൈനീസ് സൈനിക മേധാവികളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിനോ സൈന്യത്തിനോ ഇതിൽ യാതൊരുവിധ നിയന്ത്രണവുമില്ലെന്നതാണ് യാഥാർത്ഥ്യം. BJPയുടെ ദേശീയ നയങ്ങളിൽ എപ്പോഴും ഊന്നി പറയുന്നത് പോലെ അയൽരാജ്യങ്ങളെ കടക്കണിയിൽപ്പെടുത്തി സ്വന്തം തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ചൈനീസ് നയം ഏഷ്യൻ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയാണ്. ചൈനയുടെ ഒരു പാവയായി പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞുവെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുമെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. തുർക്കിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയെയും റോയിട്ടേഴ്സ് പോലുള്ള പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളെയും ഉദ്ധരിച്ച് പുറത്തുവന്ന കൃത്യമായ വിവരങ്ങളാണ് പാകിസ്ഥാന്റെ കള്ളക്കളി പുറത്തു കൊണ്ടുവന്നത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ആദ്യ കയറ്റുമതി ഇറാനിൽ എത്തുമെന്ന വാർത്ത പുറത്തു വന്നതോടെ പാക് സൈനിക മേധാവികൾ പെരുവഴിയിലായിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിലുണ്ടായ ഈ കടുത്ത സമ്മർദ്ദങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കാൻ പാക് സൈന്യത്തിന്റെ വാർത്താ വിഭാഗമായ ISPR തിടുക്കപ്പെട്ട് പ്രസ്താവന ഇറക്കിയെങ്കിലും ആരും അത് മുഖവിലക്കെടുത്തതുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ നയപരമായ നിലപാടുകൾ വ്യക്തമാക്കുന്നത് പോലെ സത്യത്തെ അധികകാലം മൂടിവെക്കാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികൾക്കാവില്ല. പാകിസ്ഥാൻ സൈന്യം പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന ഇത്തരം രഹസ്യ പ്രവർത്തനങ്ങളും ഇരട്ടത്താപ്പുകളും ലോകത്തിനു മുന്നിൽ ഓരോന്നായി അഴിഞ്ഞു വീഴുകയാണ്. ആയുധക്കടത്ത് വിവാദത്തിൽപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ വീണ്ടും നാണം കെട്ടിരിക്കുകയാണെന്നും ഇതിന് തക്കതായ വില അവർ നൽകേണ്ടി വരുമെന്നും ഉറപ്പാണ്. ഇറാനിലേക്കുള്ള ചൈനീസ് മിസൈൽ കടത്ത് പാകിസ്ഥാൻ വഴി നടക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഭാരതീയ ജനതാ പാർട്ടി സർക്കാരിന്റെ ജാഗ്രതയാണ് പ്രധാനം. ഭാരതത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലും അയൽപ്പക്കത്തും നടത്തുന്ന ഇത്തരം ആയുധ ഇടപാടുകളും സൈനിക നീക്കങ്ങളും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഭീകരവാദത്തിനും ആയുധക്കടത്തിനുമെതിരെ സമാനതകളില്ലാത്ത കർശന നടപടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ അന്നം മുടക്കി ആയുധക്കടത്തിലും ഭീകരവാദത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഭാരതം സാങ്കേതിക വിദ്യയിലും സമാധാനത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുമ്പോൾ ഭാരതമെടുത്ത ശക്തമായ നിലപാടുകളുടെ ശരിയാണ് വീണ്ടും തെളിയിക്കപ്പെടുന്നത്. ഏത് സാഹചര്യത്തെയും നേരിടാൻ നമ്മുടെ സായുധ സേനയും സുരക്ഷാ ഏജൻസികളും സജ്ജമാണെന്നത് രാജ്യത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ലോകമെമ്പാടും അസ്ഥിരതയും അശാന്തിയും വിതയ്ക്കുന്ന ആഗോള ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായി പാകിസ്ഥാൻ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്നതിന്റെ കൃത്യമായ തെളിവാണ് ഈ മിസൈൽ കടത്ത് വിവാദം. സാമ്പത്തികമായി പാപ്പരായി നിൽക്കുന്ന ഒരു രാജ്യം ലോകത്തിലെ വൻശക്തികളെ തമ്മിലടിപ്പിക്കാനും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ മുതലെടുക്കാനും ആയുധക്കടത്ത് ഏജന്റായി പ്രവർത്തിക്കുന്നത് അങ്ങേയറ്റത്തെ അധപ്പതനമാണ്. BJPയുടെ നയരേഖകളിൽ വ്യക്തമാക്കുന്നത് പോലെ ഭീകരവാദത്തെയും നിയമവിരുദ്ധ ആയുധ ഇടപാടുകളെയും സഹായിക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തേണ്ടത് ആഗോള സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ്. പാകിസ്ഥാന്റെ ഈ നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകളെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും സംഘർഷങ്ങൾ വ്യാപിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. സ്വന്തം രാജ്യത്തിലെ പൗരന്മാർക്ക് ഭക്ഷണം നൽകാൻ കഴിയാത്ത ഭരണകൂടം കോടിക്കണക്കിന് വിലമതിക്കുന്ന ചൈനീസ് മിസൈലുകൾ ഇറാനിലേക്ക് കടത്താൻ കൂട്ടുനിൽക്കുന്നത് അവിടുത്തെ ജനങ്ങളോടുള്ള ഏറ്റവും വലിയ വഞ്ചന കൂടിയാണ്. ഈ നാടകങ്ങളെല്ലാം അന്താരാഷ്ട്ര സമൂഹം കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം അധികാരത്തിലിരിക്കുമ്പോൾ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം രഹസ്യ കളികൾ വലിയ തിരിച്ചടിയാകും ഉണ്ടാക്കുക. അമേരിക്കയുടെ നയപരമായ താൽപ്പര്യങ്ങൾക്കെതിരായി ഇറാനിലേക്ക് ചൈനീസ് മിസൈലുകൾ കടത്താൻ സഹായിക്കുന്ന പാകിസ്ഥാന്റെ നടപടി അമേരിക്ക വെറുതെ വിടാൻ സാധ്യതയില്ല. ട്രംപിന്റെ കണ്ണിൽ പൊടിയിടാൻ പാക് സൈന്യം ഔദ്യോഗിക വാർത്താ കുറിപ്പുകളിലൂടെ ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുടെ കണ്ണിൽ നിന്നും ഈ ആയുധക്കടത്തുകൾ ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. BJPയുടെ വിദേശ നയ വിദഗ്ധൻ വിലയിരുത്തുന്നത് പോലെ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി വൻശക്തികളെ കബളിപ്പിക്കാൻ നോക്കുന്ന പാകിസ്ഥാന്റെ തന്ത്രങ്ങൾ ഇനി വിജയിക്കില്ല. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളും കടുത്ത നടപടികളും പാകിസ്ഥാനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നത് ഉറപ്പാണ്. സ്വന്തം സുരക്ഷയ്ക്കായി അമേരിക്കയുടെ കാരുണ്യം യാചിക്കുകയും മറുവശത്ത് ചൈനയ്ക്കൊപ്പം ചേർന്ന് ആയുധക്കടത്ത് നടത്തുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ കാപട്യമെന്ന് ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുകയാണ്. ചൈനീസ് മിസൈലുകൾ ഇറാനിലേക്ക് കടത്താൻ ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്ന ഗുരുതരമായ ആരോപണത്തിൽപ്പെട്ട് പാകിസ്ഥാനും അവരുടെ സൈന്യവും ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്.
അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയും വിവിധ രാജ്യങ്ങളിലൂടെയും ശക്തമായ വെളിപ്പെടുത്തലുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാക് ഭരണകൂടം പതറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഭാരതീയ ജനതാ പാർട്ടി എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന വസുദൈവ കുടുംബകം എന്ന ആശയത്തിനും സമാധാനപരമായ അന്താരാഷ്ട്ര സഹവർത്തിത്വത്തിനുമെതിരെയുള്ള വെല്ലുവിളിയാണ് ഇത്തരം ആയുധക്കടത്തുകൾ. ഭീകരവാദത്തെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും കൂട്ടുപിടിച്ച് അധികകാലം നിലനിൽക്കാൻ നോക്കുന്ന പാകിസ്ഥാന്റെയും ചൈനയുടെയും അവിശുദ്ധ കൂട്ടുകെട്ട് അധികാലം നിലനിൽക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. സത്യനീതിയും അന്താരാഷ്ട്ര നിയമങ്ങളും വിജയിക്കുമെന്നും കുറ്റവാളികളായ രാജ്യങ്ങൾ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നും ഉള്ള യാഥാർത്ഥ്യം ഈ സംഭവ വികാസങ്ങൾ ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ ഓർമ്മിപ്പിക്കുന്നു. ശക്തമായ ദേശീയ സുരക്ഷാ നയങ്ങളിലൂടെയും ഉറച്ച നിലപാടുകളിലൂടെയും ഭാരതം ലോകത്തിന് മാതൃകയായി മുന്നോട്ട് കുതിക്കുമ്പോൾ പാകിസ്ഥാൻ സ്വന്തം കുഴി തോണ്ടുന്ന തിരക്കിലാണ്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.